നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭാമേ, ജില്ലാ കളക്ടർ ആകത്തിരിക്കുന്നേ. അവളുടെ ഒരൊറ്റ ഫോൺ കോൾ മതി പോലീസ് ഈ നാട് മുഴുവൻ അരിച്ചു പറക്കാൻ. രാഘവേട്ട ഇങ്ങ് താ പപ്പി. കാളിയമ്മേ, ഞങ്ങൾ എല്ലാരും കൂടി ഭിക്ഷ എടുത്തതാ ഇത്. തെറ്റു പുറത്ത് എന്റെ അമ്മ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണേ. അമ്മയുടെ കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുത്തണേ. സത്യമ്മ അമ്മയുടെ കുഞ്ഞേച്ചി വഴക്കൊന്നും പറയല്ലേ. കാളിയമ്മ ഞങ്ങളെ കൈവിടല്ലേ. കാളിയമ്മ പ്രാർത്ഥന കേട്ടു മോളെ. സത്യം. മോളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എങ്ങോട്ട്? മോളുടെ വീട്ടിലേക്ക്. മോളെ കാണാനില്ലെന്നറിഞ്ഞ് അവരെല്ലാം വിഷമിച്ചിരിക്കുക. സത്യയുടെ അമ്മ അതെങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിയും. സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് സത്യയുടെ അമ്മ എങ്ങനെയാ അറിഞ്ഞത്? അത് കാളിയമ്മയാ പറഞ്ഞെന്ന് കൂട്ടിക്കോ. പപ്പി മോളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടു, ഇനി കൂട്ടിക്കൊണ്ട് പൊക്കോ എന്ന്. ഒരുപാട് നന്ദി കാളിയമ്മേ. ഇനി നമുക്ക് പോവാം. ഞാനവിടെ ചെല്ലുമ്പോ സത്യമ്മ വഴക്കു പറയോ? സത്യമ്മ വഴക്ക് പറയാതെ നമുക്ക് നോക്കാം. പപ്പി, ഉമ്മ, ഉമ്മ. ഇവർ രണ്ടുപേരും വലിയ കൂട്ടായി. എനിക്കും കളക്ടർ ആവണം മാഡം. നമ്മുടെ IAS കാര്യല്ലേ അത്? മേഡത്തെ കണ്ടതിന് ശേഷം ഇവള് വാശിക്ക് പഠിക്കുക. കളക്ടറാവെന്നുള്ള വാശിയില്ല. ആവും മോളെ, നിന്നെ കൊണ്ടതിന് പറ്റും. ഉള്ളിലൊരു തീ കെടാതെ ഉണ്ടായാ മതി. എന്താ മോളുടെ പേര്? മലർ. മലർ, നല്ല പേര്. ഒരു ബോർഡ് തയ്യാറാക്കി വെച്ചോ സരോജ മെമ്പറെ? ചൈന കോളനിയിലും നാളെ വന്ന് നിൽക്കും ഒരു കളക്ടറുടെ കാർ, അല്ലേ? എന്നാ നമുക്ക് പോവാം. സ്കൂളിൽ പപ്പി മോള് ചെന്നിട്ടുണ്ട് സാറേ. ഇവിടത്തെ വണ്ടിയിലാണല്ലോ കൊണ്ടുവന്ന് ആക്കിയത്. അതിനുശേഷം കുറച്ചു സമയം സ്കൂൾ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം പുറത്തേക്ക് പോവുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? ഇപ്പോഴും പറയേണ്ടതല്ല സാറേ, അവരറിയിക്കുകയില്ലായിരുന്നു. ഉച്ച സമയത്ത് അന്യസംസ്ഥാനക്കാർ ചിലരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ സ്കൂൾ പരിസരത്ത് കണ്ടപ്പോ അവര് CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. കുട്ടികളെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോഴാ പപ്പി മോള് രാവിലെ സ്കൂൾ ഗേറ്റിന്റെ അടുത്ത് പതുങ്ങി നിന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന കണ്ടത്. അതങ്ങോട്ടാണോ? അത് അവർക്ക് അറിയാൻ പാടില്ല സാറേ. അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ വിവരം അറിയിച്ചത്.
അന്യ സംസ്ഥാനക്കാരെന്നൊക്കെ പറഞ്ഞ ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത്. എന്നിട്ട് പോലീസ് വിവരം അറിയിച്ചോ? അത് അപ്പൊ തന്നെ സ്കൂളുകാരെ അറിയിച്ചിട്ടുണ്ട് സത്യാമ്മേ. എന്നിട്ട് അവരന്വേഷിക്കുന്നുണ്ടാവും. അന്വേഷിച്ചിട്ടുണ്ടാവുന്നോ? അപ്പൊ ഇയാള് പോയില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്? അല്ല, ഒരു പരാതി കിട്ടിയാ അത് അന്വേഷിക്കാണല്ലോ പോലീസിന്റെ ജോലി. അതിനിടയിൽ നമ്മളും കൂടെ ചെന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഈയുടെ മൊണ്ടം പിള്ളേ, താൻ പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്ന ആളായതുകൊണ്ടേ ഞാൻ മുഖത്ത് ആട്ടുന്നില്ല. ഈയുടെ ഒരു പരാതിക്ക് പിന്നാലെ നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിലേ പോലീസിന് ആ കേസ് അന്വേഷിക്കാൻ എന്തെങ്കിലും ചൂടുണ്ടാവൂടോ? പോലീസിന് അവരുടെ 1000 പരാതികളിൽ ഒരെണ്ണം. അല്ല, ഏത് സ്റ്റേഷനിലാ സ്കൂളുകാർ പരാതി കൊടുത്തേക്കുന്നേ? അത് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളിലായിരിക്കും സാറേ. എന്ത് വാടോ? അല്ല, സ്കൂളിന്റെ പരിസരത്തുള്ള സ്റ്റേഷനില്. എന്തുവാടോ ഇയാളി പറയുന്നൊക്കെ? എന്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിയില്ല. പപ്പി മുള കാണാനില്ലെന്നും അന്യ സംസാരക്കാരെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കയ്യും കാലും ഒക്കെ വിറച്ചു. അതറിഞ്ഞപ്പോ ഓടി ഒന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. അയാളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭാമേ. ഇയാളെ പറഞ്ഞോട്ട് നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. രാഘവേട്ട, വിഷ്ണുവിന് കാല് വയ്യ. രോഹിത് ശ്യാമയുടെ അടുത്തിരിക്കുന്നു. ഇയാള് കാര്യവിവരത്തോടെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇയാളെ പറഞ്ഞു വിട്ടത്. നല്ല ആളാ. കാര്യവിവരത്തോടെ ചെയ്യുമല്ല. ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വെച്ചാ സ്കൂളുകാർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമോ? സ്കൂളിൽ വന്നിട്ട് ക്ലാസ് കെട്ടിയത് മുങ്ങുന്ന ബിരുദന്മാരും വിദ്യാർത്ഥികളും ഉണ്ട്. സ്കൂൾ സമയം കഴിയുമ്പോ ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അത്ര ഒരു കേസായിട്ട് പോലീസുകാർ പോലും കരുതും. സ്കൂളുകാരുടെ ബാധ്യതയാണെങ്കിലേ കുട്ടികളുടെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നതോടെ കഴിഞ്ഞു. ഇയാൾ ചെന്നപ്പോഴേ അവർ ചിലപ്പോൾ സീരിയസ് ആയി കാണും. എന്നാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോള്, അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട. എടോ, ഇയാൾ ചെന്നിട്ടല്ലേ സ്കൂളുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാറേ. ആ ഭാമേ, ഇത് കൈവിട്ട കേസാണേ. അന്യ സംസ്ഥാനത്തു നിന്നുള്ള പ്രൊഫഷണൽ ടീമുകൾ ആരെങ്കിലും ആണെങ്കിൽ കുട്ടി ഇപ്പൊ സംസ്ഥാനം കടന്നു കാണും. അയ്യോ അയ്യോ, വിവരം അറിഞ്ഞപ്പോഴേ പിന്നാലെ പോണ്ടായിരുന്നു. രാഘവേട്ട, ഞാൻ വിഷ്ണുവിനെ രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഇറങ്ങാം. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല ഭാമേ. കാർഡുകളൊക്കെ അന്വേഷിക്കേണ്ട കേസായത്. പിന്നെ ഞാൻ എന്ത് വേണമെന്ന രാഘവേട്ടൻ പറയുന്നത്? ഞാൻ എന്റെ പപ്പിമോൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇതിപ്പോ ചോക്ക് മലരിക്കുന്ന ചോക്ക് അന്വേഷണം നടന്ന പോലെ ആയല്ലോ. ഭാമേ, ജില്ലാ കളക്ടർ ആകത്തിരിക്കുന്നേ. അവളുടെ ഒരൊറ്റ ഫോൺ കോൾ മതി പോലീസ് ഈ നാട് മുഴുവൻ അരിച്ചു പറക്കാൻ. അല്ല രാഘവേട്ട, അത് ഭാമേ, താൻ പോരുമ കാണിക്കാനുള്ള സമയമല്ലത്. പൊന്നി, നീ ശാലിനി നിങ്ങൾ വിളിക്കേ. ശാലിനി കുഞ്ഞു കുറച്ചു മുമ്പേ പുറത്തേക്ക് പോയല്ലോ സത്യാമ്മേ. എങ്ങോട്ട്? അതൊന്നും പറഞ്ഞില്ല. ഭാമേ, നീ ആ ഫോൺ എടുത്ത് ശാലിനി ഒന്ന് വിളിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.